ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. 14 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 4000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഓഫീസ് റൂം അടങ്ങുന്ന ഒരു വീടാണിത്. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുമേ എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. മനോഹരമായൊരു എലിവേഷന് ധാരാളം മുറ്റം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഈ മുറ്റത്ത് തന്നെ ഒരു 10ഓളം കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണത്. 14 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 4000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഓഫീസ് സ്പേസും അടങ്ങുന്ന ഈ വീട് ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ കാക്കനാടിനോട് വളരെ അടുത്തായി, കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരത്തായും, കളമശ്ശേരിയിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരത്തായും, എടപ്പള്ളിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കളമശ്ശേരിക്കും കാക്കനാടിനും അതേപോലെ തന്നെ എടപ്പള്ളിക്കും മധ്യത്തിലായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റോഡിന് തൊട്ടടുത്തായി നിർമ്മിച്ചിരിക്കുന്ന നല്ല വിശാലമേറിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ചൊരു വീടാണ്. വീടിൻ്റെ സൈഡ് വശങ്ങളും ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് നന്നായി തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം ചെറിയ ഗാർഡനുകളെ സെറ്റ് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. വർക്ക് ഏരിയ ഭാഗമാണ്. ഒരു കോമൺ ബാത്റൂം എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അലക്ക് കല്ല്, അതേപോലെ തന്നെ വാഷ് ബേസിൻ, ഇതെല്ലാം ഇവിടെ ഈ ബാക്ക് സൈഡിൽ അവൈലബിൾ ആണ്. മനോഹരമായൊരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് ബാംഗ്ലൂർ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. വാട്ടർ സോഴ്സ് നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2012 ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടൗണിനോട് വളരെ അടുത്തായി നമുക്ക് ഗ്രോസറി ഷോപ്പ്, അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അതേപോലെ തന്നെ വെജിറ്റബിൾ ഷോപ്പ്, മീറ്റ് ഷോപ്പ്, ഇതെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിൽ ഈ വീടിന് നൽകിയിരിക്കുന്നു. വലിയൊരു ഗേറ്റ്, സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് നൽകിയിരിക്കുന്നു. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 2 വലിയ കവേർഡ് പാർക്കിംഗ് നിർമ്മിച്ച് നൽകുന്നതാണ്. ടോട്ടലായി ഒരു 10ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. തേക്ക് മരത്തിലാണ് ഈ വീടിൻ്റെ ഫുൾ വർക്കും ചെയ്തിരിക്കുന്നത്. ബയോമെട്രിക് ലോക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ CNC കട്ടിംഗ് എല്ലാം ചെയ്ത് ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റിൽ നമ്മൾ ഇവിടെ തന്നെ ഒരു വലിയൊരു ഹാങ്ങിങ് ലൈറ്റെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയൊരു ഡൈനിങ് സ്പേസാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് സെയിലിനായിട്ടിരിക്കുന്നത്. പുതുപുത്തൻ വീടാണ്. മനോഹരമായ ഒരു ഏരിയ, ഈ വീടിൻ്റെ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് ഏരിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. തേക്ക് മരത്തിൽ തീർത്ത ധാരാളം വുഡൻ വർക്കുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ ഈ ഏരിയ നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഒരു 8 പേർ അല്ലെങ്കിൽ ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ ഒരു ഏരിയയിലാണ് കോമൺ വാഷ് ഏരിയ വരുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടറിൻ്റെ അടിഭാഗത്തായി നമുക്ക് ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി ഒരു ഡബിൾ ഹൈറ്റിൽ ഒരു കോർട്ട്യാർഡ് അവൈലബിൾ ആണ്. ഓപ്പൺ കിച്ചൺ കൗണ്ടർ ഈ ഒരു ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. ഫുഡെല്ലാം സെർവ് ചെയ്യാൻ ഈസി ആക്കാനാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു പാഷ്യോ നമുക്കിവിടെ അവൈലബിൾ ആണ്. ടഫൻ ഗ്ലാസ് നൽകി തേക്കൂട്ട് നൽകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായ ഒരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെമി ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കിച്ചൺ ക്യാബിനറ്റുകൾ നൽകിയിരിക്കുന്നു. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കിച്ചൺ ക്യാബിനറ്റുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹുഡും ഹോബും അവൈലബിൾ ആണ്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റും മൈക്രോവേവ് ഓവൻ ഇതെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം അവൈലബിൾ ആണ്. കിഴക്കോട്ടാണ് കിച്ചൻ്റെ ഒരു ബേണർ വയ്ക്കുന്ന ഒരു ദിശ വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നു. ഡിഷ് വാഷർ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വർക്ക് ഏരിയ ഭാഗത്തേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും വർക്കിംഗ് ടേബിളും അതുപോലെ തന്നെ വാഷ് ഏരിയയും വിറക് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു അടപ്പും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വർക്ക് ഏരിയയ്ക്ക് പുറമെ വേറൊരു ഔട്ട്സൈഡായി ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. അലക്ക് കല്ല്, അതുപോലെ കോമൺ വാഷ് ഏരിയ, ബാത്റൂം, കോമൺ ബാത്റൂം ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ് അവൈലബിൾ ആണ്. തേക്ക് മരത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫാൻ അവൈലബിൾ ആണ്. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തേക്ക് മരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഡിവൈഡാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ അവൈലബിൾ ആണ്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ ബെഡ്റൂമാണ് ഈ 2 ബെഡ്റൂമുകളും. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയാണ് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയും അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് സെയിലിന്. നല്ല സ്പേഷ്യസ് ആയൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബാത്റൂം ഡിവൈഡായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡാക്കി ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഒരു ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിനുവേണ്ടിയുള്ള എല്ലാ വുഡൻ വർക്കുകളും തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി മനോഹരമായ രീതിയിലൊരു ഓഫീസ് സ്പേസും അവൈലബിൾ ആണ്. ഒരു കാൻറ്റിലിവർ സ്റ്റെയർകേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തേക്കുമരമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസും ഹാൻഡ് റെയിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്തായി ഒരു ഓഫീസ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഓഫീസിലേക്ക് എൻട്രി ചെയ്യാൻ, പുറത്തുനിന്ന് എൻട്രി ചെയ്യാനുള്ളൊരു ഡോറും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സ്റ്റെയർകേസ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. മനോഹരമായ ഏരിയ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഈ ലാൻഡിങ് ഏരിയയിൽ ടഫൻ ഗ്ലാസും ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു എലിവേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2012 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KWE കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ കിണർ വെള്ളമൊന്നും ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിൽ കൂടിയാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകത കൂടിയുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ആ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊരു വ്യൂ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലിനെ ടഫൻ ഗ്ലാസ് വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം, അതായത് ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ അവൈലബിൾ ആണ്. എയർ കണ്ടീഷണർ സൗകര്യം അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. തേക്ക് മരത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഡിവൈഡായി തന്നെ ചെയ്തിരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ ബാത്റൂം ഇവിടുത്തെ ഓരോരോ സ്പേസുകളും ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യം ഡ്രസ്സിങ് യൂണിറ്റും ഉൾപ്പെടെയാണ് എല്ലാ ബെഡ്റൂമുകളും അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഈ വീടിന് അഡീഷണലായി വരുന്ന 5 kW സോളാർ സിസ്റ്റം കൂടി ഈ വീടിന് അവൈലബിൾ ആണ്. 14 സെറ്റിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഓഫീസ് സ്പേസും ഒരു ഫുള്ളി എയർ കണ്ടീഷനായി വരുന്ന ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ബാൽക്കണിയും, പടിഞ്ഞാറ് ദർശനമായി വരുന്നൊരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ വീടിന് ചോദിക്കുന്ന വില 3,40,00,000 രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 2 വീക്സ് ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.